കെ സുരേന്ദ്രനെ പോലെയുള്ള ബി.ജെ.പി. നേതാക്കൾ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമായിരുന്നില്ലെന്ന് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അതുകൂടി ചിന്തിച്ചു വേണം ഇത്തവണ വോട്ട് ചെയ്യാനെന്നും സുരേഷ് ഗോപി പറയുന്നു. കാസർഗോഡ് നിയോജകമണ്ഡലത്തിലെ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ബാങ്ക് റോഡിൽ ചുമരെഴുത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രി ഈ കാര്യം പറഞ്ഞത്. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതൊരു മതത്തിലെ വിശ്വാസികളാണെങ്കിലും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം അവർക്കുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അദ്ദേഹം കുമ്പളയിൽ തുടക്കം കുറിച്ചു. ബുധനാഴ്ച രാവിലെ അവിടെ എത്തിയ മന്ത്രി കുമ്പള കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്തെ റോഡരികിൽ സ്ഥാനാർത്ഥിക്കായി ചുമരെഴുതുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ദേവപ്രീതിക്കായി പ്രത്യേക പൂജകളും വഴിപാടുകളും കഴിപ്പിച്ച അദ്ദേഹം 20 മിനിറ്റോളം ക്ഷേത്രത്തിൽ ചെലവഴിക്കുകയും ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര നവീകരണ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഭരണി മഹോത്സവം നടക്കുന്ന കാസർഗോഡ് കസബ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. തുടർന്ന് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിസരത്തും അദ്ദേഹം ചുമരിൽ എഴുതി. ചുമരെഴുത്തിന് എത്തിയ പ്രവർത്തകരെ ആവേശത്തിലാക്കി ലക്ഷം ലക്ഷം പിന്നാലെ എന്ന മുദ്രാവാക്യം വിളികൾ അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആവർത്തിച്ചുള്ള ഈ ലക്ഷം ലക്ഷം മുദ്രാവാക്യം വിളി തുറന്നതോടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിൽ ഇടപെട്ടു. മുദ്രാവാക്യം വിളിച്ച BJP ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രമീള മജലിനോട് അദ്ദേഹം പറഞ്ഞത് ലക്ഷം ലക്ഷമല്ല കോടി കോടി എന്ന് വിളിക്കൂ എന്നാണ്. അതോടെ പ്രമീള മുദ്രാവാക്യം മാറ്റിപ്പിടിച്ചു. കയ്യടികൾക്കും മുദ്രാവാക്യം വിളികൾക്കും ആവേശം കൂടി. കോടി കോടികൾ പിന്നാലെ എന്ന മുദ്രാവാക്യമാണ് പിന്നീട് അവിടെ കേട്ടത്. കേരളത്തിൽ ആകെ 3 കോടി വോട്ടർമാർ പോലുമില്ല. അപ്പോഴാണ് കോടി കോടി പിന്നാലെ എന്ന മുദ്രാവാക്യം മാറ്റി വിളിക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. എണ്ണം കൂട്ടി വിളിച്ചാൽ വോട്ടുകൾ കൂടുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാകാം ലക്ഷം മാറ്റി അത് കോടി ആക്കിയത്. എന്നാൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ പയ്യന്നൂരിലെ ആദ്യ സ്റ്റോപ്പ് നടപ്പാക്കാൻ അതേ ട്രെയിനിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കോടിയോ ലക്ഷമോ പോയിട്ട് ആരും ഉണ്ടായില്ല എന്നതാണ് സത്യം. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി 6 മിനിറ്റ് അവിടെ ചെലവഴിച്ച സുരേഷ് ഗോപി തൻ്റെ അതൃപ്തി പ്രകടമാക്കിയാണ് സ്ഥലം വിട്ടത്. ഇന്നലെ പുലർച്ചെ 1:45-നാണ് സംഭവം ഉണ്ടായത്. മന്ത്രിക്ക് കണ്ണൂർ മുതൽ കാഞ്ഞങ്ങാട് വരെ സഞ്ചരിക്കാൻ അമൃത് ഭാരത് തലശ്ശേരിയിൽ 1 മണിക്കൂർ പിടിച്ചിടുകയും ചെയ്തു. അമൃത് ഭാരത് എക്സ്പ്രസ്സിന് പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലമാണെന്ന് BJPയും MP-മാരുടെ ഇടപെടൽ വഴിയാണെന്ന് കോൺഗ്രസും അവകാശപ്പെട്ടിരുന്നു. സ്റ്റോപ്പ് അനുവദിച്ച ശേഷം മംഗളൂരുവിലേക്കുള്ള ആദ്യ ട്രെയിനിൽ 3 സുരേഷ് ഗോപി എത്തുമെന്ന അറിയിപ്പ് നേരത്തെ ലഭിക്കുകയും സ്വീകരണത്തിന് BJP തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ചൊവ്വാഴ്ച വന്ദേ ഭാരത് എക്സ്പ്രസ് 2 മണിക്കൂറിലേറെ വൈകിയാണ് വന്നത്. അതിനിടയിൽ അമൃത് ഭാരത് 11:50-ന് തലശ്ശേരി എത്തി. അപ്പോൾ വന്ദേ ഭാരത് 64 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വന്ദേ ഭാരതിലുള്ള സുരേഷ് ഗോപി എങ്ങനെ അമൃത് ഭാരതിൽ കയറുമെന്ന് അണികൾക്ക് സംശയമായി. BJP നേതാക്കളെയും റെയിൽവേ അധികൃതരെയും അവർ ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ വിവരമൊന്നും ലഭിച്ചില്ല. അതോടെ അർദ്ധരാത്രി വരെ കാത്തുനിന്ന അണികൾ അവിടെ നിന്നും മടങ്ങിപ്പോവുകയായിരുന്നു. മന്ത്രി യാത്ര ചെയ്ത ട്രെയിൻ കടന്നുപോകാൻ വേണ്ടി അമൃത് ഭാരത് എക്സ്പ്രസ് തലശ്ശേരിയിൽ 1 മണിക്കൂർ പിടിച്ചിട്ടു. 12:51-ന് വന്ദേ ഭാരതും സുരേഷ് ഗോപിയും കണ്ണൂരിലെത്തി. പിന്നാലെ അമൃത് ഭാരത് കണ്ണൂരിലെത്തിയപ്പോൾ സുരേഷ് ഗോപി അതിൽ കയറി. എന്നാൽ സ്വീകരണം പ്രതീക്ഷിച്ച് 1:45-ന് പയ്യന്നൂരിലെത്തിയപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല.